ഒഡീഷയിലെ ജൂബ ഗ്രാമത്തിൽ പോലീസ് നടത്തിയ ക്രൂരത വെളിവാക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നു. സ്ത്രീകളുടെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും കുട്ടികളെ മർദ്ദിക്കുകയും ചെയ്തു എന്നാണ് ഫാക്ട് ഫൈൻഡിംഗ് കമ്മിറ്റിയുടെ അന്വേഷണ റിപ്പോർട്ടിലുള്ളത്. കഴിഞ്ഞ മാസം 22-നായിരുന്നു ജൂബയിലെ കത്തോലിക്ക പള്ളിയിൽ പോലീസിന്റെ നരനായാട്ടുണ്ടായത്. മലയാളി പുരോഹിതനടക്കമുള്ളവർക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു. അർജുൻ പീതാംബരൻ വിശദാംശങ്ങളുമായി ചേരുന്നു. അർജുൻ, ഗുഡ് മോർണിംഗ്. വളരെ വിശദമായ കാര്യങ്ങളാണ് ഈ ഫാക്ട് ഫൈൻഡിംഗ് റിപ്പോർട്ടിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നു. എന്തൊക്കെയാണ് പരാമർശിച്ചിട്ടുള്ളത്? സ്ത്രീകളെയും കുട്ടികളെയും അടക്കം അതിക്രൂരമായി ആക്രമിക്കുകയായിരുന്നല്ലോ. മോത്തി, തീർച്ചയായിട്ടും പോലീസിന്റെ നരയാട്ട് എന്നുള്ള തരത്തിൽ തന്നെയാണ് റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒഡീഷ ലോയേഴ്സ് ഫോറത്തിന് കീഴിലുള്ള അഭിഭാഷകർ ഉൾപ്പെടെ 7 അഭിഭാഷകരും ഒരു സാമൂഹിക പ്രവർത്തകയും ചേർന്നാണ് ഈ ഫാക്ട് ഫൈൻഡിംഗ് സംഘം രൂപീകരിച്ചത്. അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയതും അതിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നതും. കഴിഞ്ഞ 9-ാം തീയതി, അതായത് ഏപ്രിൽ 9-ാം തീയതി ഈ ജൂബ ഗ്രാമത്തിൽ പോയി അവിടെ അതിക്രമത്തിന് ഇരയായിട്ടുള്ളവരെ, ഈ വികാരികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും കുട്ടികളെയും നേരിട്ട് കണ്ട് അവരുമായി കാര്യങ്ങളെല്ലാം തന്നെ വിശദമായി ചോദിച്ച് മനസ്സിലാക്കുകയായിരുന്നു. മാർച്ച് 22-ാം തീയതി ഈ ജൂബയിലെ കത്തോലിക്ക പള്ളിയിലേക്ക് 15-അംഗ പോലീസ് സംഘം എത്തി. അതിനുശേഷം അത് യാതൊരു വാറണ്ടും ഇല്ലാതെയാണ് എത്തുന്നത്. നേരെ പള്ളിക്കകത്തേക്ക് കയറി അവിടെ ഉണ്ടായിരുന്ന ആദിവാസി സ്ത്രീകളെ അടക്കം ക്രൂരമായി മർദ്ദിച്ച് 300 മീറ്റർ ദൂരത്തേക്ക് വലിച്ചിഴച്ചു. അതായത് ഈ പോലീസ് ബസ് കിടക്കുന്ന സ്ഥലത്തേക്ക് വലിച്ചിഴച്ചു എന്നുള്ള കാര്യം ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പോലീസ് പ്രധാനമായിട്ടും ഈ പള്ളി വികാരികൾ പാകിസ്ഥാനികളാണ്, അതുപോലെ തന്നെ അവർ മതപരിവർത്തനം നടത്തുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ആരോപിച്ചായിരുന്നു അന്ന് അതിക്രമം നടത്തിയത് എന്നുള്ള തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിരുന്നു. ഒപ്പം തന്നെ ഈ ജൂബ ഗ്രാമത്തിനോട് സമീപം ചേർന്നുള്ള മറ്റ് ചില ചെറിയ ഗ്രാമങ്ങൾ, ആ ഗ്രാമങ്ങളിൽ അനധികൃതമായിട്ട് വലിയ തോതിൽ കഞ്ചാവ് കൃഷി നടത്തുന്നു, അതെല്ലാം തന്നെ അന്വേഷിക്കാൻ ഒരു റെയ്ഡ് നടത്താൻ വേണ്ടി എത്തുന്നു എന്നുള്ള തരത്തിലായിരുന്നു അന്ന് പോലീസ് അവിടേക്ക് എത്തുന്നതും. പക്ഷേ അവിടെ ഉണ്ടായിരുന്ന ഈ പള്ളിക്കകത്തേക്ക് കയറി അവിടെ മാർച്ച് 23 ഞായറാഴ്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള എത്തിയത് എന്ത് തന്നെ ആയാലും ജനങ്ങളെ, സാധാരണ മനുഷ്യരെ ഇത്തരത്തിൽ അതിക്രൂരമായി മർദ്ദിക്കുന്നതിന് എന്ത് ന്യായമാണ് പോലീസിന് പറയാനുള്ളത്? ഫാക്ട് ഫൈൻഡിംഗ് സംഘം കമ്മിറ്റി നൽകിയ റിപ്പോർട്ടിലാണ് ഇത്തരത്തിൽ അതിക്രൂരമായ പെരുമാറ്റം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി എന്ന് ഇപ്പോൾ പറയുന്നത്. കുട്ടികളെയും സ്ത്രീകളെയും അടക്കം അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. വൈദികനെയും മലയാളി പുരോഹിതനെ അടക്കം ഉള്ളവരെ ആക്രമിച്ചു എന്നാണ് പറയുന്നത്. അവർക്കൊക്കെ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. അർജുൻ പീതാംബരനാണ് വിശദാംശങ്ങൾ നൽകിയത്.